ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഈ രണ്ടെണ്ണവും കണക്കാണ്. രണ്ടും മറ്റേ കാശിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും കാശിന് വേണ്ടിയിട്ട് ഈ കലയെ വളർത്താനായിട്ടൊന്നും അല്ല ഇവർ നടക്കുന്നത്. ഇവരിൽ ആരാണ് നല്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇവർ രണ്ടുപേരും പോക്കാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ധനുഷും നയൻതാരയും തമ്മിൽ ആകെ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ധനുഷിന് സപ്പോർട്ട്, കുറേ ആൾക്കാർ നയൻതാരയ്ക്ക് സപ്പോർട്ട്. നയൻതാരയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ള് മറ്റേ സ്ത്രീകളാണ്. ഇത് മറ്റേ മീറ്റു ഒക്കെ ആയിട്ടായി പോകുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് കാരണം ധനുഷിന് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തമിഴ് സിനിമ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിലുണ്ടായ പോലെ, അതായത് മറ്റേ മുകേഷ്, ഇടവേള ബാബു ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം പോലെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി എന്നാലേ റോള് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമൊക്കെ ധനുഷിന് ഉള്ളതായിട്ട് ഒരുപാട് കേൾക്കാറുണ്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്. പക്ഷേ പുള്ളി ഭയങ്കര റെപ്യൂട്ടഡ് ആക്ടർ, ഭയങ്കര ഇപ്പോൾ ഡയറക്ടറൊക്കെയാണ്, ഇപ്പോൾ ഭയങ്കര സംഭവമാണ് പുള്ളി. അതുപോലെ തന്നെയാണ് നയൻതാരയ്ക്കെതിരെ കുറേ കോൺട്രവേഴ്സീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണം വരെ കോൺട്രവേഴ്സിയാണ്, അറിയാമല്ലോ. എനിക്കറിയില്ലേ, പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം പുള്ളിക്കാരി ഒരു ഡോക്യുമെൻ്ററി ആക്കിയിട്ട്, പണ്ട് നമ്മൾ ലാലേട്ടൻ്റെ ഒക്കെ കല്യാണത്തിൻ്റെ കാസറ്റൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ പണ്ട് പുള്ളി ചുമ്മാ ഇങ്ങനെ അത് വിതരണമൊക്കെ ചെയ്ത് അതിങ്ങനെ കോപ്പിയായി അത് അങ്ങനെ പോയി. പണ്ടത്തെ കാലത്തെ കോപ്പിറൈറ്റ് വലിയ പ്രശ്നമല്ലല്ലോ. പക്ഷേ ഇപ്പോൾ 18 കോടിയോ 20 കോടിക്ക് എങ്ങാണ്ടാണ് ഈ കല്യാണത്തിൻ്റെ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് പുള്ളിക്കാരിയും വിക്കി, അതാണ് ഭർത്താവ്, നാനും റൗഡിനാൻ, പോടാ പോടി, അങ്ങനെ കുറേ സിനിമകൾ പുള്ളി എടുത്തിട്ടുണ്ട്. ഈ പോടാ പോടി എന്ന് പറയുന്ന സിനിമ നല്ല സിനിമയാണ്, അത്യാവശ്യം ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റൊക്കെയാണ്. അപ്പോൾ അതിൽ വിഘ്നേഷ് ശിവൻ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടി. പക്ഷേ നാനും റൗഡിനാൻ എന്ന് പറയുന്ന ആ സിനിമ ഭയങ്കര ഒരു ബ്രേക്കായിരുന്നു. കാരണം ഫിലിം ഫെയർ ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു നയൻതാരയ്ക്ക്. അതിൻ്റെ പ്രൊഡ്യൂസർ ധനുഷാണ്. ധനുഷും നയൻതാരയും ഭയങ്കര ക്ലോസ് ആയിരുന്നു, വെരി ക്ലോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ വെരി ക്ലോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ട് അവരെക്കുറിച്ച്. അവരുടെ കുറേ ഫോട്ടോസൊക്കെ ലീക്കായിട്ടുണ്ട്. ഈ സുചി ലീക്സ് എന്ന് പറയുന്ന സുചിത്ര എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയുണ്ട്, ഒരു പ്രാന്തിത്തള്ള എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ കളിയാക്കും അവരെ, പൈത്യകാരി എന്നൊക്കെ പറയാം അവളെ. അവർ ഒരുപാട് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്തു. പക്ഷേ അവർ പറയുന്നത് അവർ ലീക്ക് ചെയ്തതല്ല, അവരുടെ ഭർത്താവാണ് ലീക്ക് ചെയ്തത്. കാർത്തിക് ആണ് അവൻ്റെ പേര്. അവർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, പിന്നെ ധനുഷിൻ്റെ വലിയ ഫ്രണ്ടാണ്. പിന്നെ ധനുഷും ഈ കാർത്തിക്കും ഗേ ആണ് എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് മറ്റേ പരിപാടി, ഗേ കപ്പിൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സുചിത്ര വന്ന് പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ആലോചിക്കുകയാണെങ്കിൽ, ധനുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഡാർക്കാണ്, നയൻതാരയുടെ ബാക്ക്ഗ്രൗണ്ടും ഡാർക്കാണ്. നയൻതാര പ്രഭുദേവയെ കല്യാണം കഴിക്കാൻ പോയി, അങ്ങനെയാണ് പുള്ളിക്കാരി ഹിന്ദുവായിട്ട് മാറുന്നത്. അതിനു മുമ്പേ ക്രിസ്ത്യൻ ആയിരുന്നു. പ്രഭുദേവയ്ക്ക് മുമ്പേ സിംബു ആയിരുന്നു. സിംബു, ആര്യ, പ്രഭുദേവ, പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവസാനം വിക്കിയാണ് ഇപ്പോൾ ഭർത്താവ്. അപ്പോൾ ഈ നാനും റൗഡിനാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഇവർക്കിടയിലുള്ള പ്രേമം പൊട്ടി പൂവണിഞ്ഞ് ഇങ്ങനെ ഭയങ്കര സംഭവമായി മാറിയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ്, ബിഹൈൻഡ് ദ സീൻസ്, പിന്നെ ആ ഒരു പാട്ടുണ്ട്, അത് വിഘ്നേഷ് ഇയാൾ തന്നെ എഴുതിയതാണ് പാട്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഈ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തു എന്നാണ് പ്രശ്നം. കാരണം നെറ്റ്ഫ്ലിക്സിലെ ഡയറക്ടേഴ്സ് പറഞ്ഞെന്നാണ് പറയുന്നത്, നിങ്ങൾ അതൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ച് രസമായിരിക്കും എന്ന് പറഞ്ഞ് അതങ്ങനെ പോയി. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ മൊത്തം ബഡ്ജറ്റ് ധനുഷ് കൊടുത്തതെന്ന് പറഞ്ഞാൽ 6 കോടിയോ 8 കോടിയോ എങ്ങാണ്ട്. പക്ഷേ ഈ പ്രേമം ഉണ്ടായതുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല. ഇവർ രണ്ടുപേരും, നയൻതാരയും ഇപ്പോഴത്തെ ഭർത്താവും, ഈ വാനിറ്റി വാനിൽ കയറിയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. വർത്തമാനം മാത്രമാണോ നമുക്കറിയില്ല, വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഡിലേ ആയി. ഈ ഫിലിം സെറ്റിൽ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ വല്ലതുമൊക്കെ, അതും മെയിനായിട്ട് ഡയറക്ടറും നടിയും തമ്മിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള മറ്റേ കോ ആക്ടേഴ്സും പിന്നെ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഇവർക്കൊക്കെ ഒരു ഇറിറ്റേഷനാവും. ചിലർക്കല്ല, പലർക്കും അതൊരു ഇറിറ്റേഷനാണ്. ഇതൊരു പ്രൊഫഷണലിസം ഇല്ല, ഇതൊരു പ്രൊഫഷണൽ അല്ലല്ലോ, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് ഇത് ചെക്ക് അപ്പം നോക്കിയാൽ ആ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത്
പെട്ടെന്ന് കയറി ചെല്ലാനും പറ്റില്ല, ഒരു ഷോട്ട് റെഡിയായാൽ പറയാൻ പറ്റില്ല, ഇവർ ഏത് സിറ്റുവേഷനിലായിരിക്കും എന്നറിയില്ല എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ ഷൂട്ടിംഗ് വൈകി 18 കോടിയോ 20 കോടിയോ എങ്ങാണ്ട് ആ പടത്തിൻ്റെ ബഡ്ജറ്റ് ആയി. ധനുഷ് ആദ്യം കൊടുത്ത ബഡ്ജറ്റ് ഇത് 6-8 കോടി എങ്ങാണ്ടാണ്. വിജയ് സേതുപതിയുടെ സാലറി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. വിജയ് സേതുപതി ആ സമയത്ത് അത്യാവശ്യം സ്റ്റാറാണ്, വലിയ സ്റ്റാറൊന്നുമല്ല, കാരണം 2015-ലാണല്ലോ. വിക്കി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊരു ഭയങ്കര ബ്രേക്കായിരുന്നു. ധനുഷാണ് ആ ബ്രേക്ക് കൊടുത്തത്. നയൻതാരയും ധനുഷും തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. ഇപ്പോൾ നയൻതാരയ്ക്ക് ആ സമയത്ത് ഭയങ്കര കാശാണ്. ധനുഷിന് ചിലപ്പം ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് കാശ്, ഒരു 2 കോടി താ, ഒരു 50 ലക്ഷം താ എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമായിരുന്നു എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ആ സമയത്ത്. ഈ സുചിത്ര എന്ന് പറയുന്ന പാട്ടുകാരിയും പറഞ്ഞിട്ടുള്ളത് പണ്ട് ഇവർ ഭയങ്കര ബന്ധമാണ്. ഇവരുടെ ബന്ധം കാരണം ധനുഷിൻ്റെ വീട്ടിൽ വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യ രജനീകാന്തിന് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട്. അതെ, അത്രയും ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അതാണ് സംഭവം. ഈ നയൻതാര ഇപ്പോൾ ഭയങ്കര പൊളൈറ്റായിട്ട് ഒരു മോക്കിംഗ് രീതിയിലാണ് ഈ ലെറ്ററൊക്കെ എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവമൊക്കെ അതൊരു മോക്കിംഗ് ആണ്. ഓം നമ ശിവായ ധനുഷ് പറയുന്ന ഡയലോഗാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരാണ് നല്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇവർ രണ്ടുപേരും പോക്കാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അത്രയ്ക്ക് ബന്ധമായിരുന്നു, ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത് കാരണം പേഴ്സണൽ ലൈഫിൽ വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമായിരുന്നു ഇവർ തമ്മിൽ. അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിൽ കേട്ടിട്ടുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഈ വിഘ്നേഷുമായിട്ട് ഉള്ള ഇത് വന്നപ്പോൾ അത് ഒരു ജലസി ആയിട്ടൊക്കെ മാറി ധനുഷിന്. കാരണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ താഴെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇട്ട് ചവിട്ടി അങ്ങനെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പാണ് ധനുഷ് എന്നൊക്കെയാണ് കേട്ടുള്ളത്. ധനുഷ് പക്ഷേ വെളിയിൽ ഇങ്ങനെ കൂളായിട്ടൊക്കെ അത് കുഴപ്പമൊന്നുമില്ല, ഇരുട്ടുണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമെന്നാണ് കേട്ടുള്ളത്. അങ്ങനെ പുള്ളി ഇത് സഹിക്കാൻ പറ്റാതെ, കാരണം കാശും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6 കോടി 8 കോടി ബഡ്ജറ്റ് പറഞ്ഞ സിനിമ 16 കോടി 18 കോടി എത്തി. അങ്ങനെ 18 കോടി എത്തിയപ്പോൾ പുള്ളിക്ക് ആകെ ദേഷ്യം. പിന്നെ പുള്ളിക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, ഈ പടം അത്രയ്ക്കും ഒന്നും വിജയിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ വിഘ്നേഷ് ശിവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പടം സൂപ്പർ ഹിറ്റായിരിക്കും എന്നുള്ള ഒരു ബിൽഡപ്പാണ്. വിഘ്നേഷ് പറയുന്നത് ഇത് ഭയങ്കര സിനിമയാണ്, ഇതൊരു ട്രെൻഡ് സെറ്ററാണ് എന്നൊക്കെയാണ്. പക്ഷേ ധനുഷിനത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല കഥയാണ്, കുഴപ്പമില്ല, ഒരു 6 കോടി ഇട്ടാൽ ഒരു 15-12 അത്രയൊക്കെ കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു പുള്ളി ഉടനെ അങ്ങ് സെയിൽ ചെയ്യാണല്ലോ. അങ്ങനെ സെയിൽ ചെയ്യാൻ നേരത്ത് വിഘ്നേഷ് പറയുന്നത് ഇത് കൂടുതൽ പൈസയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്യണം, 18 കോടി ചിലവായിട്ടുണ്ട്, എന്ത് ചെയ്യും ഇയാൾ? ധനുഷിനാകെ ടെൻഷൻ. പിന്നെ ഒരു സൈഡിൽ ഈഗോ, ഒരു സൈഡിൽ ജലസി. ഇങ്ങനെ ഈഗോയും ജലസിയും ഇതൊക്കെ ഉള്ള സമയത്ത് പുള്ളി എന്ത് ചെയ്തു, പൈസയും ടൈറ്റ് ആവുകയാണ്. പുള്ളി ഉടനെ ഈ ഡിസ്ട്രിബ്യൂട്ടറിനെയൊക്കെ വിളിച്ച് കിട്ടിയ കാശിന് ആ പടം അങ്ങ് കൊടുത്തു. 10-12 കോടി രൂപയ്ക്ക് എങ്ങാണ്ടാണ് കൊടുത്തതെന്നാണ് തോന്നുന്നത്. അതിൽ പുള്ളിക്ക് ഒരു 5-6 കോടി രൂപ നഷ്ടമായിട്ടുണ്ട് എന്നൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞു കേട്ടത്. പക്ഷേ അങ്ങനെ സത്യമാവാൻ വഴിയില്ല. 20 കോടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വേറെ ഒരു സംസാരമുണ്ട്. 20 കോടിക്കാണേലും വലിയ ലാഭമൊന്നുമില്ലല്ലോ. 18 കോടി ചിലവായിട്ട് 2 കോടിക്ക് വേണ്ടിയിട്ട് 18 കോടി ഇവർ ഇറക്കില്ല. ഇവരുടെ ഒരു എയിമെന്ന് പറഞ്ഞാൽ ഒരു 5 കോടി ഇറക്കിയാൽ ഒരു 20 കോടി കിട്ടണം, ഒരു 15 കോടി കിട്ടണം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനുഷിനാകെ ദേഷ്യം. അതൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നയൻതാരയെ ആയിട്ട് ഉടക്കാൻ പറ്റില്ല. ഉടക്കിയ അവളുമെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ വിക്കിയായിട്ട് ഉടക്കാൻ അവനെ കുറച്ച് താഴ്ത്തിക്കാട്ടാം എന്നും പറഞ്ഞുകൊണ്ട് അവനിട്ട് കുറച്ച് പണിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാണ് ധനുഷിൻ്റെ ഒരു ലൈൻ. പിന്നെ നയൻതാരയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര അഹങ്കാരം പിടിച്ച ഒരു ആക്ട്രസ്സാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊന്നും ആരും അവർക്ക് ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. ഇത് സ്വയം എടുത്ത് തലയിൽ വെച്ചതാണ്. ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് പുള്ളിക്കാരി തന്നെ ഒരു ടൈറ്റിലൊക്കെ ഉണ്ടാക്കി അതൊക്കെ റെഡിയാക്കി. പിന്നെ ഭയങ്കര PR വർക്കാണ്, ഭയങ്കര പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നതിൽ പുള്ളിക്കാരി ഭയങ്കര എക്സ്പേർട്ടാണ്. ഒരുപാട് ആൾക്കാരെ കവർ ചെയ്ത് നിർത്തും, വലിയ ആൾക്കാരെ. ഈ ചെറിയ ആൾക്കാരെയൊക്കെ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ ഭയങ്കര ഈഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആണെന്നാണ് പറയുന്നത്.
ചിമ്പുവായിട്ട് പ്രേമമായിരുന്നല്ലോ. ചിമ്പുവായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്കും ചിമ്പുവിനും. അതൊക്കെ ഈ നാക്ക് കടിച്ച് ഈ ചുണ്ടിൽ കടിക്കുന്ന സീന് അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഇവർ തമ്മിലുള്ള സിനിമയിൽ. അത് പഴയ ഒരു സിനിമയാണ് ചിമ്പു. സിലംബരസൻ അതാണ് ചിമ്പു. ഈ ചിമ്പു ടി രാജേന്ദ്രൻ എന്ന് പറയുന്ന വലിയൊരു കാശുകാരൻ്റെ മോനാണ്. അയാൾ പണ്ടേ ഡയറക്ടറും പ്രൊഡ്യൂസറും നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ. സന്തോഷ് പണ്ഡിറ്റിന് അത്രയും കാശുണ്ടായിട്ടില്ല, പക്ഷേ ഇയാൾക്ക് അത്യാവശ്യം കാശ്, പൊളിറ്റിക്കൽ പവർ, DMK ആയിട്ട് വലിയ കോണ്ടാക്റ്റ് അയാൾക്ക്, കരുണാനിധി ആയിട്ടൊക്കെ ബന്ധം. അയാൾ കരുണാനിധിയൊക്കെ നേരിട്ട് പോയി കാണാൻ പറ്റും ഈ ശിംബുവിൻ്റെ അച്ഛന്. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കൊണ്ട് ശിംബുവായിട്ട് ആ സമയത്ത് വലിയ കോണ്ടാക്റ്റ് ആയിരുന്നു. പിന്നെ ശിംബു ഇങ്ങനെ ഒഴിവാക്കി. അങ്ങനെ ശിംബു ഭ്രാന്തനെ പോലെ ആയിപ്പോയി. ഒരുപാട് കള്ളുകൂടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശിംബുവിന്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെണ്ണ് നമ്മളെ ഒഴിവാക്കിയിട്ട് പോയല്ലോ എന്നുള്ള ഒരു വിഷമം കാരണം ഉണ്ടായി എന്നൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് നയൻതാരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രഭുദേവ ഭയങ്കര കോണ്ടാക്ട്സ് ആണല്ലോ. അങ്ങനെ പ്രഭുദേവ ആ സമയത്ത് അങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആര്യയായിട്ട് എന്തോ, ആര്യ എന്ന് പറയുന്ന ഒരു തമിഴ് നടനുണ്ട്, അവനുമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ, ഭയങ്കര പ്രേമമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചിമ്പും ആര്യയും തമ്മിൽ പ്രശ്നമായിട്ടുണ്ട് എന്നൊക്കെ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നയൻതാരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു ഡേർട്ടി ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ ഡേർട്ടി ആയിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ ഒരു മയത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആകെ വിക്ടിമാണ്, ആകെ ഈ മറ്റേ എല്ലാവരും എന്നെ പറ്റിച്ചു എന്നുള്ള ഒരു ലൈനിലാണ് നയൻതാരയുടെ നടത്തമൊക്കെ. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ എക്സ്പ്രസ് ചെയ്യുന്ന അതാണ്, ലേഡീസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലൈനാണ്. അങ്ങനെ ഒരു ലൈനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഘ്നേഷ് ശിവനുമായിട്ടുള്ള മാരേജും കാര്യങ്ങളൊക്കെ. ഈ മാരേജ് വരെ എടുത്ത് നീ വിറ്റില്ലേടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറേ ആൾക്കാർ തെറി പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ. നീ എന്തോ പുണ്യാളത്തിയാണോ എന്നും പറഞ്ഞു. അത് അവരുടെ പേഴ്സണൽ കാര്യം. അത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അവർ മാരേജ് എടുത്ത് വിൽക്കും, ഫസ്റ്റ് നൈറ്റ് എടുത്ത് വിൽക്കുമായിരിക്കും, ഹണിമൂൺ എടുത്ത് വിൽക്കും. അല്ല ഫസ്റ്റ് നൈറ്റ് അല്ല, ഹണിമൂൺ ഫസ്റ്റ് നൈറ്റ് അല്ല, ഹണിമൂൺ അവർ വിൽക്കുമായിരിക്കും. അതൊക്കെ ഫാമിലി വ്ളോഗാണ്, അതൊക്കെ സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ. അതൊന്നും ഒരു കാര്യമല്ല. നെറ്റ്ഫ്ലിക്സ് അത് മേടിക്കുകയും ചെയ്തു, അതൊക്കെയാണ് ഹൈലൈറ്റ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് കുറച്ചുകൂടെ അവർക്കൊരു സ്പൈസ് വേണം. എന്താണെന്ന് വെച്ചാൽ ഈ നാനും റൗഡിദാൻ എന്ന് പറയുന്ന അതിൽ ആ ക്ലിപ്പിംഗ് കിട്ടിയാൽ 2022 മുതലേ ഈ ക്ലിപ്പിങ് ഒരു ട്രെയിലർ പോലെ അവർ ഇറക്കി, നെറ്റ്ഫ്ലിക്സിൻ്റെ യൂട്യൂബിലും കണ്ട് അവരിട്ടു. ഉടനെ ചെന്നു വക്കീൽ നോട്ടീസ്, അഡ്വക്കേറ്റ് നോട്ടീസൊക്കെ അയച്ചു. ധനുഷിൻ്റെ അഡ്വക്കേറ്റ് 10 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും, നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ അത് റിമൂവ് ചെയ്തോ, ഒരു ദിവസം സമയം, 24 മണിക്കൂറും കണ്ട് സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടപ്പോൾ ഇവൾക്കാകെ കുരുപൊട്ടി. നമ്മുടെ നയൻതാരയ്ക്ക് ആകെ ഇങ്ങനെ പുള്ളിക്കാരിക്ക് ദേഷ്യവും സങ്കടവും എന്നൊക്കെ പറഞ്ഞ പോലെ 3 മിനിറ്റിനാണോ ഇവൻ 10 കോടി ചോദിക്കുന്നത്, ബ്ലഡി നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്തോ വിളിക്കാനൊക്കെ ശ്രമിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ധനുഷ് സംസാരിക്കാൻ നിന്നില്ല. സംസാരിച്ചാൽ കൊടുക്കേണ്ടി വരും, അല്ല ഈ ക്ലിപ്പിങ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പുള്ളി സംസാരിക്കാൻ നിന്നില്ല, അവോയ്ഡ് ചെയ്ത് പിന്നെ വിഘ്നേഷ് ശിവനുമായിട്ട് അവനിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. ഓരോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ അവനിട്ട് പണി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൊടുക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നെറ്റ്ഫ്ലിക്സ് ഇത് പുറത്തിറക്കാൻ പോവുക. കാരണം 18 കോടി എങ്ങാണ്ട് കൊടുത്ത്, അവർ 20 കോടി എങ്ങാണ്ട് കൊടുത്ത് അവരിത് മേടിച്ചു, ഈ കല്യാണത്തിൻ്റെ വീഡിയോ. ഇതൊക്കെ കാണുമ്പോൾ ധനുഷിന് ഇങ്ങനെ പ്രാന്തായിട്ടേ, ഞാനൊരു സിനിമ മൊത്തം പിടിച്ചിട്ട് അത് 18 കോടിക്ക് അന്നേരം മേടിക്കാൻ ആളില്ലായിരുന്നു. അവളുടെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോയ്ക്ക് 20 കോടി നെറ്റ്ഫ്ലിക്സ് കൊടുക്കുന്ന പന്നികൾ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ആകെ ദേഷ്യമായിട്ട് അതും ഒരു സൈഡിലുണ്ട്. പുള്ളി ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള ഇതിൽ. കാരണം പുള്ളിക്ക് ഒരുപാട് എഫേർട്സ് ഉണ്ട്. പുള്ളിയുടെ സൈഡിൽ നിന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ സിനിമ ചുമ്മാ ഉണ്ടാവുന്നതല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം വന്ന് കരയുന്നുണ്ടല്ലോ, സിനിമയെ നശിപ്പിച്ചു, എൻ്റെ സിനിമയ്ക്കെതിരെ ബാഡ് റിവ്യൂ, ക്യാമ്പയിനിങ് നടത്തി, ആന നടത്തി, അണ്ടി നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വന്നിട്ട് നിനക്ക് ലെൻസ് വെക്കാനറിയാവോ, നീ എൻ്റെ മുന്നിൽ മുള്ളിപ്പോടാ ചെക്കാതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഇതൊരു കാട്ടവരാതമല്ലേ. ഒരു ദിവസം ഒരു സിനിമ ഇറങ്ങി ഉച്ചയാകുമ്പോഴേക്കും വന്നിട്ട് റിവ്യൂ എന്ന പേരിൽ അതിനെ ഇട്ട് എന്തുവാ റിവ്യൂ ബോംബിങ് ഷോംബിങ് എന്നൊക്കെ പറഞ്ഞ്
കുറേ എണ്ണം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് സിനിമ ചില്ലറ കാര്യമൊന്നുമല്ല. ധനുഷിൻ്റെ എഫേർട്ട്, ധനുഷ് ആ കാണിച്ച മനസ്സിനെയൊക്കെ നമ്മൾ അംഗീകരിക്കണം. വിഘ്നേഷ് ശിവൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാൻ കാണിച്ച മനസ്സ്. കാരണം ഈ നാന് റൗഡി താൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താവും. അതൊക്കെ ഒരു കൂൾ സ്റ്റോറിയാണ്. അത് അവതരിപ്പിച്ച രീതിയിലാണ് ആ പടം വിജയിച്ചത്. പടം വിജയിച്ച് ഇത്രയും വലിയ ഹിറ്റൊക്കെ ആയി. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് അതിനകത്ത് പൈസ കിട്ടിയത്. ധനുഷിന് 2 കോടിയോ 5 കോടി 8 കോടി നഷ്ടമാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നത് ധനുഷിന് ഒരു 2-3 കോടി രൂപ ലാഭം കിട്ടിക്കാണും, അല്ലെങ്കിൽ 1 കോടി രൂപ അങ്ങനെ വല്ല ലാഭം കിട്ടിക്കാണും. ചിലപ്പം പറയുന്ന സത്യമായിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല. 10 കോടി നഷ്ടമെന്നൊക്കെയാണ് പറയുന്നത്. ആ 10 കോടി ഇപ്പോൾ ഇതിൽ ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഇന്ന് ഈടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി കളിക്കുന്നതെന്ന് വേറെ ഒരു സംസാരമുണ്ട്. എന്താണേലും രണ്ടും കണക്കാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താ ഇത്, ഒരു കല്യാണത്തിൻ്റെ വീഡിയോ എടുത്ത് വിൽക്കുന്നു, അതിൽ വേറെ ഒരുതിൻ്റെ അധ്വാനത്തിലുണ്ടായ ഒരു ക്ലിപ്പിംഗ് എടുത്ത് ഫ്രീ ആയിട്ട് ഇവൾക്ക് വേണം. എന്നാൽ ഈ പെണ്ണുപിള്ളയ്ക്ക്, ഈ നയൻതാര എന്ന് പറയുന്ന സ്ത്രീക്ക് ഫ്രീ ആയിട്ട് പോയി അഭിനയിച്ചൂടെ? അല്ലെങ്കിൽ കുറഞ്ഞ കാശിന് പോയി അഭിനയിച്ചൂടെ? അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാം. ഈ ചിമ്പു എന്ന് പറയുന്ന ആളും നയൻതാരയും ഒരു അവാർഡ് ഷോയോ ഒരു ഷോയ്ക്ക് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവാർഡ് ഷോ അല്ല, എന്തോ ഒരു TV ഷോയോ അങ്ങനെ എങ്ങാണ്ട്. ഇവരെ മറ്റേ ഓർഗനൈസറിന് അറിയില്ല ഇവർ തമ്മിൽ പ്രശ്നമായെന്നുള്ളത്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് 2 പേരുടെ അടുത്തും പറയാതൊക്കെ വിളിച്ച്. നയൻതാര ചിമ്പുവിനെ കണ്ട ഉടനെ ഓർഗനൈസറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ അവൻ നിൽക്കും ഇവിടെ, അല്ലെങ്കിൽ ഞാൻ നിൽക്കും, നിങ്ങൾ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ചിമ്പുവിൻ്റെ അടുത്ത് ആ ഓർഗനൈസർ പോയിട്ട് പറഞ്ഞു, സാർ ഇങ്ങനെ പറയുന്നു. ചിമ്പു അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇറ്റ്സ് ഓക്കെ മാൻ, ഇറ്റ്സ് കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. പുള്ളിയുടെ ഫിലിം കാരിയർ തന്നെ ഒരു ബ്രേക്കായി പോകാൻ കാരണമാണ് ഈ നയൻതാര. ഇതും ഒരു സംസാരമാണ്, ഒരു സത്യമായിട്ടുള്ള ഒരു സംസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു. പിന്നെ ഇവനെ തഴഞ്ഞിട്ട് പ്രഭുദേവ, മറ്റേ ആര്യ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തമിഴ്നാട്ടിലൊക്കെ പറയുന്നത് തോന്നിയാസിയാണ്. താൻ തോന്നിയേക്കാട്ടിലും ഭയങ്കര മോശപ്പെട്ട വാക്കുകളൊക്കെയാണ് അവർ പറയുക നയൻതാരയെക്കുറിച്ച്. പക്ഷേ അതൊക്കെ സത്യമാണോ നമുക്കറിയില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഏകദേശം 90% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ചിമ്പുവായിട്ട് അത്രയും ക്ലോസ് ആയിരുന്നു. പിന്നെ ചിമ്പു കള്ളുകൂടി, പിന്നെ ചിമ്പു ആകെ കൂടെ വിഷമിച്ച്. കാരണം ചിമ്പുവിന് പ്രേമമല്ല പ്രശ്നം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ചിമ്പുവിന് പ്രേമം പൊട്ടിയതിലല്ല പ്രശ്നം. ഒരു പെണ്ണ് നമ്മളെ ഇങ്ങനെ ചെയ്തല്ലോ, ആ ഒരു ഈഗോ ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ കാണിച്ചല്ലേ മാൻ, ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടുള്ള വിഷമമാണ് അത്. പക്ഷേ അതിനെ പ്രേമമാക്കി മാറ്റി ആ ഒരു വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെയാണ് മിക്ക ഈ പ്രേമ പ്രശ്നങ്ങളിലൊക്കെ വരുന്ന ഒരു സംഭവം. അങ്ങനെയാണ്, ആ ഈഗോ ആണ് വർക്കൗട്ട് ആവുന്നത്. അത് പോട്ടെ, അത് വേറെ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഈ 2 എണ്ണവും കണക്കാണ്. രണ്ടും മറ്റേ കാശിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും, കാശിന് വേണ്ടിയിട്ട് ഈ കലയെ വളർത്താനായിട്ടൊന്നും അല്ല ഇവർ നടക്കുന്നത്. രണ്ടും മറ്റേ റോൾസ് റോയ്സൊക്കെ മേടിക്കാൻ കഴിവുള്ള ആൾക്കാരും റോൾസ് റോയ്സ് ഉള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ നയൻതാരയുടെ 2 കുഞ്ഞുങ്ങളുടെ കഥ, അത് പേഴ്സണൽ കാര്യമാണ്. അവർ അഡോപ്റ്റ് ചെയ്തു, അവർ ടെസ്റ്റ് ട്യൂബ് ബേബി ആക്കി, അതാക്കി. അവർക്ക് കൺസീവ് ആവാൻ താല്പര്യമില്ല. അവർ എഗ്ഗ് എടുത്ത് വേറെ യൂട്രസിൽ വെച്ച് ആ പരിപാടിയൊക്കെ ചെയ്തു. അതൊക്കെ വലിയ വിവാദമൊക്കെ ആയതാണ്. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കൊന്നും അതൊന്നും ദഹിക്കില്ല. നമ്മുടെ നാട്ടിലെങ്കിലും പിന്നെയും പോട്ടെ എന്നൊക്കെ വിചാരിക്കും കുറച്ച് ഭൂരിപക്ഷം സ്ത്രീകൾ. പക്ഷേ തമിഴ്നാട്ടിൽ താലി പുരുഷൻ പുരുഷന്താ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര മഞ്ചക്കയിറ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ് അവിടുത്തെ പെണ്ണുങ്ങൾ. എന്നാൽ ഭർത്താവിനെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെയാണേലും 2 സൈഡും പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നയൻതാരയും ഇവർ തമ്മിലുള്ള പ്രശ്നം തീരാനൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. ചിലപ്പം തീർക്കുമായിരിക്കും. വേറെ വല്ലതും വലിയ ബോംബ് നയൻതാരയുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ഫോട്ടോയോ വല്ലതും ഉണ്ടെങ്കിൽ, ഞാൻ ഇതിപ്പോൾ ഇടും കേട്ടോ, മറ്റേടത്തെ മോനെ മര്യാദയ്ക്ക് 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റത്തെ ആ ഒരു ക്ലിപ്പിംഗ് എനിക്ക് തന്നോളൂ, ഞാൻ യൂസ് ചെയ്യും. നിനക്ക് ചെയ്യാവുന്നത് ചെയ്തോ എന്നും പറഞ്ഞ് വല്ലതും ചെയ്യുമോ? അല്ലെങ്കിൽ ധനുഷ്, എൻ്റെ കയ്യിൽ വേറെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് മോളെ, നിങ്ങൾ ഇരുന്ന എൻ്റെ സെറ്റ്, നാനും റൗഡി താൻ സെറ്റിൽ ഉണ്ടായിരുന്ന വാനിറ്റി വാനിൽ ഞാനൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു മോളെ, ഏയ് ഞാൻ കിട്ടിയാർക്കടി എന്നും പറഞ്ഞുകൊണ്ട് ധനുഷ് ഒരെണ്ണം കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് സൈഡും തിരിയാം. ഇത് എനിക്ക് തോന്നുന്ന അവസാനം നെറ്റ്ഫ്ലിക്സ് തിരിയുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഒരു കല്യാണം പോടെ, നിങ്ങൾ നഷ്ടപരിഹാരം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് നയൻതാരയ്ക്കെതിരെ, ബിക്കോസ് യു പ്രൊവോക്ഡ് അസ്, യു ഹാവ് made us to go in this path of making a documentary of your marriage
and we have invested so much of money, and we have given you a remuneration of 18 crore rupees, so we expect എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു വക്കീൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നയൻതാര അംഭൂ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടും. 58 നിലയിലൊക്കെ പൊട്ടും എന്നൊക്കെ പറയാം. ഞാൻ വേറെ ഒരാളുടെ ദുഃഖം കണ്ട് സന്തോഷിക്കില്ല. പക്ഷേ ഇത് ഭയങ്കര അഹങ്കാരമായി, ഭയങ്കര അഹങ്കാരം, ഭയങ്കര, അതായത് ആൾക്കാരെ പൊട്ടനാക്കുക. ഇടയ്ക്ക് ഒരു മറ്റേ നാപ്കിന് സെയിൽസ് ഉണ്ടായിരുന്നു നയൻതാരയ്ക്ക്. അതായത് സ്ത്രീകൾക്ക് നാപ്കിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ കോളേജ് പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് ചെന്നൈയിലുണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. എന്ത് വക ബിസിനസ്സൊക്കെയാണ്, എന്തിനെയൊക്കെ അതിപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന അത് വേറെ കാര്യം. പക്ഷേ അത് നിങ്ങളുടെ ബ്രാൻഡാണ്. നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ഒരു ബ്രാൻഡ് നെയിം എഴുതി കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഫ്രീ കൊടുത്തത്. ഇതൊന്നും അവിടുത്തെ തമിഴ്നാട് ആൾക്കാർക്ക് അറിയില്ലെന്ന വിചാരം. അതുകൊണ്ടല്ലേ മാർക്കറ്റില്ലാതിരിക്കുന്നത്. എന്നാലും കുറേ പൊട്ടന്മാരായ ഡയറക്ടറും മറ്റേ പ്രൊഡ്യൂസറും ഒക്കെ ഇവരെ വിളിക്കുകയും ചെയ്യും. ഈ അട്ലി പോലത്തെ സംഭവമൊക്കെ വിളിച്ച് മറ്റേ പടത്തിലൊക്കെ കയറ്റിക്കൊണ്ടാണ്. ആ റോള് ഇപ്പോൾ ആർക്ക് കിട്ടിയാലും നയൻതാര ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വേറെ നടിമാരില്ലേ? കീർത്തി സുരേഷുമായിട്ട് ധനുഷിന് പ്രശ്നമുണ്ട്. നയൻതാരയ്ക്ക് ഇവരുമായിട്ട്, ചിമ്പുമായിട്ട്, അവരുമായിട്ട്, മറ്റേ ഒരുപാട് ആൾക്കാരായിട്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങൾ, ഈ സിനിമാ രംഗം എന്ന് പറയുന്നത് ഒരു എന്താ കീടാണുക്കളൊക്കെ ഉള്ള ഒരു സീവേജ് വാട്ടർ എന്നൊക്കെ വേണേൽ പറയാമെന്ന് തോന്നുന്നു. പിന്നെയാണ് അതിലുള്ള ആൾക്കാരെയാണ് നമ്മളിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വലിയ ചോരമായിട്ടൊക്കെ വെച്ച് ഇങ്ങനെ പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ അവരുടെ താല്പര്യം, അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ വന്നിട്ട് കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് പറയല്ലടാ എന്നും പറഞ്ഞ പോലെ ഈ നയൻതാര കാണിക്കുന്ന അഹങ്കാരം വെരി പത്തറ്റിക്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഡയലോഗ് ഉണ്ട് മറ്റേ ലെറ്ററിൽ. ടു ധനുഷ് കെ രാജ, സൺ ഓഫ് കസ്തൂരി രാജ, ബ്രദർ ഓഫ് സെൽവരാഘവൻ, I don't have anybody, I came up my own way, the position I hold today on എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലെറ്ററൊക്കെ എഴുതി ഭയങ്കര സംഭവമാണെന്നാണ് വിചാരം. ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നാണ് വിചാരം ഈ നയൻതാരയ്ക്ക്. നയൻതാരയെ കുറേ ആൾക്കാർ മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഇവർ നിർത്തൂലെന്ന്. ഇവർ മറ്റേ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ടീമാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ ഇരുട്ടാണെന്നാണ് വിചാരം. ബാക്കി എല്ലാവരും പൊട്ടന്മാരാണ്, അത് കണ്ട് വിശ്വസിച്ചോണം. എന്താ വേടേ ഇത്? ധനുഷ് ചോദിക്കുന്നത് ശരിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 10 കോടി രൂപ ചോദിക്കുന്നത്, ഒരു 5 കോടിയെങ്കിലും കൊടുക്കാം. കാരണം നിങ്ങൾ ആ സെറ്റിൽ കാണിച്ച പരിപാടികളെക്കുറിച്ച് എന്തുവരെ വക കാട്ടവരാതമാണ്. മറ്റേ സാബുമോൻ പറഞ്ഞല്ലോ, ഫിലിം റിവ്യൂ ചെയ്യുന്നവർ അതൊക്കെ കാട്ടവരാതമാണെന്ന്. അപ്പോൾ ഇതൊക്കെ എന്താ, ഫിലിമിനകത്ത് നടക്കുന്ന ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ എന്താണ് ഭായി? ഇതിലൊന്നും നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലേ? ഇപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾ തമിഴിലൊക്കെ അഭിനയിച്ചല്ലോ, വേട്ടയൻ സിനിമയിലൊക്കെ നിങ്ങൾ രജനികാന്ത് സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചു. ആ മനുഷ്യൻ വന്നപ്പോൾ ഞാനങ്ങ് ഫ്രീസായിപ്പോയി എന്നൊക്കെ പറയുന്ന നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? ബിക്കോസ് യു പീപ്പിൾ ആർ സ്ലേവ്സ് മാൻ. നിങ്ങൾ മറ്റേ അവിടെ പോയി ഇങ്ങനെ നിൽക്കും, രജനികാന്തിനെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കും. കാരണം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണേ. എന്നിട്ട് ഇതിനകത്ത് കഷ്ടമെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ഒരുത്തൻ ചാൻസ് വെച്ച് വരുന്നുണ്ടല്ലോ, അവൻ അങ്ങനെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അവിടാണ് തെളിയുന്നത് നിങ്ങൾ മറ്റേ ഈ റാഗിങ് പരിപാടി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഫോർ ഫൺ എന്ന് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ റാഗിങ് ഒന്നും ഇല്ല. എന്നാലും ഈ സിനിമാ ഫീൽഡിലുള്ള പോലത്തെ ഈഗോയും കാര്യങ്ങളും, കാരണം പൈസ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര എല്ലാത്തിൻ്റെയും ലെവല് ഭയങ്കര കൂടുതലാണ്. ആങ്കർ ആണേലും, ആക്ടിങ് ആണേലും, ഈഗോ ആണേലും, പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നതാണേലും. ധനുഷിൻ്റെ അഭിനയം കാണണം. ധനുഷ് ഭയങ്കര പുണ്യാളനെ, ഓം നമ ശിവായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലെറ്ററിൽ ഓം നമ ശിവായ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെ കളിയാക്കിയാലും നയൻതാര ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ചാച്ചി നിങ്ങളെക്കുറിച്ച് അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളൊക്കെ ചോറാണ് കഴിക്കുന്നത്. ചോറെന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുന്നവന് മാത്രം ബുദ്ധിയുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞങ്ങളൊക്കെ എഡിബിൾ ഫുഡ്സാണ് കഴിക്കുന്നത്, അല്ലാതെ എഡിബിൾ അല്ലാത്ത സാധനങ്ങൾ, ഈ റോഡിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ചല്ല ഞങ്ങൾ, ഈ പട്ടിയുടെ പൂച്ചയുടെയൊക്കെ സംഭവം കഴിച്ചല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ബുദ്ധിയില്ല, ഞങ്ങളെയൊക്കെ അങ്ങ് ஏமாற்றலாம் என்று நீங்கள் நினைக்க வேண்டாம் நயன்தாரா. நீங்கள் அப்படி நினைத்தால் அது ரொம்ப பெரிய தப்பு. தப்பு தானே செய்து நிற்கிறீங்க வாழ்க்கை ஃபுல்லாக.
கேட்டால் அது என் ரைட்ஸுன்னுவீங்க.